കേരള സാങ്കേതിക സർവകലാശാലയിൽ അസാധാരണ പ്രതിസന്ധി. പരീക്ഷകൾ മുടങ്ങുമോ എന്ന ആശങ്കയിലാണ് വിദ്യാർത്ഥികൾ. പരീക്ഷാ കൺട്രോളർ ഡോക്ടർ വിനു തോമസിനെ തരം താഴ്ത്തിയ നടപടി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് റദ്ദാക്കിയിട്ടും VC തിരികെ പ്രവേശിപ്പിക്കാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം. IHRD ഡയറക്ടർ വി അരുൺകുമാറാണ് ചട്ടങ്ങൾ മറികടന്ന് വിനു തോമസിനെ അസോസിയേറ്റ് പ്രൊഫസറായി തരം താഴ്ത്തിയത്. വർഷങ്ങളായി തുടരുന്നതാണ് കേരള സാങ്കേതിക സർവകലാശാലയിലെ അധികാര രാഷ്ട്രീയ പോര്. സർക്കാർ ഗവർണർ പോരിനൊടുവിൽ സമവായത്തിലൂടെയാണ് KTUവിൽ സ്ഥിരം വൈസ് ചാൻസലറായി സിസ തോമസ് നിയമിതയായത്. എന്നാൽ അവിടെയും പ്രശ്നങ്ങൾ അവസാനിച്ചില്ല. പരീക്ഷാകാലം തുടങ്ങുന്നതിന് തൊട്ടുമുമ്പ് കൺട്രോളർ ചുമതലയുള്ള അക്കാദമിക് ഡീൻ വിനു തോമസിനെ മാറ്റിയതാണ് പുതിയ പ്രതിസന്ധി. പ്രൊഫസർ സ്ഥാനത്ത് നിന്ന് അസോസിയേറ്റ് പ്രൊഫസറായി IHRD ഡയറക്ടറും VS അച്യുതാനന്ദന്റെ മകനുമായ VA അരുൺകുമാറിന്റെ തരംതാഴ്ത്തൽ നടപടിയാണ് വിനു തോമസിനെ മാറ്റാനുള്ള കാരണം. IHRDക്ക് കീഴിലെ തൃക്കാക്കര കോളേജിലെ പ്രിൻസിപ്പളായിരുന്ന വിനു തോമസ് ഡെപ്യൂട്ടേഷനിലാണ് സാങ്കേതിക സർവകലാശാല ഡീനായത്. ഡോക്ടർ വിനു തോമസിനെ ചട്ടങ്ങൾ മറികടന്നാണ് IHRD ഡയറക്ടർ അസോസിയേറ്റ് പ്രൊഫസറായി തരം താഴ്ത്തിയത്. ചട്ടപ്രകാരം ഡയറക്ടർക്ക് അത്തരമൊരു അധികാരമില്ല. പിന്നാലെയാണ് KTUVC സിസ തോമസ് പരീക്ഷാ കൺട്രോളർ ചുമതലയിൽ നിന്നും അക്കാദമിക് ഡീൻ സ്ഥാനത്തു നിന്നും വിനു തോമസിനെ നീക്കിയത്. എന്നാൽ IHRD ഡയറക്ടറുടെ നടപടി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മരവിപ്പിച്ചു. എന്നിട്ടും വിനു തോമസിനെ KTUവിലെ തൽസ്ഥാനത്ത് തിരിച്ചെടുക്കാൻ സിസ തോമസ് തയ്യാറായില്ല. പകരം ചുമതല VC നൽകിയിരിക്കുന്നത് റിസർച്ച് ഡീനായ ഡോക്ടർ ലിബീഷ് DM-നാണ്. അക്കാദമിക് റിസർച്ച് ചുമതല കൂടി വഹിക്കുന്നയാളാണ് ഡോക്ടർ ലിബീഷ്. ഇതോടെയാണ് പരീക്ഷാ നടത്തിപ്പ് പ്രതിസന്ധിയിലാകുന്നത്. ഡോക്ടർ വിനു തോമസിനെതിരായ VS അച്യുതാനന്ദന്റെ മകൻ കൂടിയായ അരുൺകുമാറിന്റെ നടപടിയിൽ ഇടത് സംഘടനകളും പരസ്യ പ്രതിഷേധത്തിലാണ്. അരുൺകുമാറിന്റെ IHRD നിയമനത്തിനെതിരെ ഹൈക്കോടതിയെ സമീപിച്ചതിലെ പ്രതികാര നടപടിയെന്നും ആരോപണമുണ്ട്. മീഡിയ 1 തിരുവനന്തപുരം.